പ്രൈസ് ലോർഡ്. എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഞങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ മുന്നിൽ ഫേസ്ബുക്ക് ലൈവിൽ വരുവാൻ ദൈവം സഹായിച്ചോർത്ത് സകല മൊത്തവും യേശുവിനെ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അല്പസമയം നിങ്ങളുടെ മുന്നിൽ പാട്ടുകളുമായി ദൈവവചനമായി വരുവാൻ ദൈവം സഹായിച്ചു. കഴിഞ്ഞ 1-2 ദിവസം എനിക്ക് പനിയുടെ ഭാരത്താൽ വയ്യായിരുന്നു. അതുകൊണ്ടായിരുന്നു ഞങ്ങൾ ലൈവിൽ വരാഞ്ഞത്. എന്നാൽ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുവാൻ ദൈവം ശക്തിയും ബലമെല്ലാം തന്നോർത്ത് സകല മഹത്വവും യേശുവിന് വീണ്ടും സകല നന്ദിയും യേശുവിന് അർപ്പിക്കുകയാണ്. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഞങ്ങൾ പാടുന്ന ഓരോ പാട്ടുകൾ നിങ്ങൾക്ക് ആശ്വാസമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞങ്ങളോടുകൂടെ ജോയിൻ ചെയ്യുക. ആദ്യമായിട്ട് പാടാൻ പോകുന്ന ഒരു പഴയ സോങ്ങാണ്. ഒന്നേയുള്ള എനിക്ക് ആനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ, അന്നേരം മമ മാനസഖേദം ഒന്നായാകിലും വെയിലിൻ ഹിമം പോൽ എന്ന് തുടങ്ങുന്ന ആ പഴയ സോങ് ഒരു ക്ലാസിക്കൽ ടച്ചുള്ള സോങ്ങാണ്. ഞങ്ങളിതിനു മുന്നേ എനിക്ക് തോന്നുന്നു ഒരു ലൈവിൽ ഫേസ്ബുക്ക് ലൈവിലാണ്, അല്ലാതെ പേജ് ലൈവിൽ പാടിയിട്ടുണ്ട്. എന്നാൽ ഞങ്ങളുടെ പേഴ്സണൽ ലൈവിൽ ആദ്യമായിട്ടാണ് പാടുന്നത്. നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിന് ഒന്നേയുള്ള യേശുവിൻ്റെ സന്നിധിയിൽ നമ്മൾ ചേരുമ്പോൾ അത് മാത്രമാണ് നമ്മുടെ ഹൃദയത്തിന് ആനന്ദം എന്ന് പറയാൻ സാധിക്കട്ടെ. നിങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഒരുമിച്ച് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. യേശുവിൻ സന്നിധി അണയുവതേ, ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ, അന്നേരം മമ മാനസഖേദം ഒന്നായകലും വെയിലിൻ ഹിമം പോൽ, അന്നേരം മമ മാനസഖേദം ഒന്നായകലും വെയിലിൻ ഹിമം പോൽ, ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. ഒന്നും ശാന്തിയെ നൽകാതെ, മാനം ധനമീ മണ്ണിൻ മഹിമകൾ ഒന്നും ശാന്തിയെ നൽകാതെ, ദാഹം പെരുകും കണ്ണീരൊഴികെ ലോകം വേറെ തരികില്ലറിക, ദാഹം പെരുകും കണ്ണീരൊഴികെ ലോകം വേറെ തരികില്ലറിക, ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ.
മതി മണ്ണിൽ ജീവിത പാതയതിൽ കണ്ണുനീർ താഴ്വരയുണ്ടെനിക്കനവധി മണ്ണിൽ ജീവിത പാതയതിൽ എന്നാലും ഭയമെന്തിനെന്നരികിൽ നന്നായവൻ കൃപ മഴ പോൽ ചൊരിയിൽ എന്നാലും ഭയമെന്തിനെന്നരികിൽ നന്നായവൻ കൃപ മഴ പോൽ ചൊരിയിൽ ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ അന്നേരം മമ മാനസഖേദം ഒന്നായകലും വെയിലിൻ ഹിമം പോൽ അന്നേരം മമ മാനസഖേദം ഒന്നായകലും വെയിലിൻ ഹിമം പോൽ ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പറയാൻ സാധിക്കുമോ? ഹല്ലേലൂയ. എനിക്ക് ഒന്നേയുള്ള ആനന്ദം ഉലകിൽ യേശുവിൻ്റെ സന്നിധിയിൽ വരുന്നത്, ആ യേശുവിനോട് കൂടെ വസിക്കുന്നതാണ് എൻ്റെ ആനന്ദം എന്ന് ഒരുമിച്ച് നമുക്ക് പറയാൻ സാധിക്കട്ടെ. അടുത്തായിട്ട് ഞങ്ങൾ പാടുവന്ന ഒരു പഴയ സോങ് കൂടാണ്. ഞാൻ ഒരുപാട് വർഷം മുൻപ് കേട്ട ഒരു സോങ്ങാണ്. ഒരുപാട് ഹൃദയത്തിന് ആശ്വാസം നൽകിയ ഒരു പ്രത്യാശയുടെ ഗാനമാണിത്. പോകണം ഒരു നാൾ കൂടാരം വിട്ടുന്ന പരദേശവാസികളെ സ്വന്തം വീടുണ്ടക്കരെ നാട്ടിൽ. അതിൻ്റെ സ്റ്റാൻസ ഇങ്ങനെയാണ്: സിയോൻ പ്രയാണികളെ നമുക്കിഹവാസം ഏറെ തുമ്പം തന്നിടുമ്പോൾ മാലില്ല നാട്ടിലെ ആമോദമാർത്താൽ ഓർത്താൽ ഹായൊന്തരാനന്ദം. നമ്മുടെ യഥാർത്ഥ സ്വന്തം വീട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനേക വീടുകൾ ലോകത്തിലായിരിക്കുമ്പോൾ, എന്നാൽ നമ്മുടെ സ്വന്തം വീട് അക്കരെ നാടാകുന്ന ആ സിയോനിൽ ഉണ്ട് എന്ന് ഒരുമിച്ച് പറയണം. ആ സ്വർഗീയ വീട്ടിൽ നമുക്ക് പോകണം ഒരു നാൾ എന്നാണ് പാട്ടുകാരൻ പറയുന്നത് മാത്രമല്ല, നമ്മുടെ പ്രത്യാശ അതായിരിക്കണം, നമ്മുടെ നിത്യതയായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഞാൻ ഒരിക്കൽ ഞാൻ പോകും, എൻ്റെ സ്വന്തം ഈ കൂടാരം വിട്ട്, ഈ മൺകൂടാരം ഉരിഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ ഒരിക്കൽ ആ സ്വർഗനാട്ടിൽ സ്വർഗ വീട്ടിൽ ചെന്നെത്തും എന്നൊരു പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അടുത്ത പാട്ട് പാടാം. ഒരു നാൾ കൂടാരം വിട്ടു നാം പരദേശവാസികളെ സ്വന്തം വീടുണ്ടക്കരെ നാട്ടിൽ. പോകണം ഒരു നാൾ കൂടാരം വിട്ടു നാം പരദേശവാസികളെ സ്വന്തം വീടുണ്ടക്കരെ നാട്ടിൽ, സ്വന്തം വീടുണ്ടക്കരെ നാട്ടിൽ. സിയോൻ പ്രയാണികളെ നമുക്കിഹവാസം ഏറെ തുമ്പം തന്നിടുമ്പോൾ, സിയോൻ പ്രയാണികളെ നമുക്കിഹവാസം ഏറെ തുമ്പം തന്നിടുമ്പോൾ, മാലില്ല നാട്ടിലെ ആമോദമോർത്താൽ ആയെന്തൊരാനന്ദം. ഓ മാലില്ല നാട്ടിലെ ആമോദമോർത്താൽ ആയെന്തൊരാനന്ദം.
പോകണമൊരു നാൾ കൂടാരം വിട്ടു നാം പരദേശവാസികളെ. സ്വന്ത വീടുണ്ടക്കരെ നാട്ടിൽ, സ്വന്ത വീടുണ്ടക്കരെ നാട്ടിൽ. മരണഭീതി തകർത്ത താതൻ മുൻ ചെല്ലുന്നതിനാ, ക്രൂശിൽ മരണഭീതി തകർത്ത താതൻ മുൻ ചെല്ലുന്നതിനാ. പിൻപേ നാം പോകാം വിമോക്ഷയാത്ര അതിവേഗം തീർന്നീരും. ഓ പിൻപേ നാം പോകാം ഈ മോക്ഷയാത്ര അതിവേഗം തീർന്നീരും. പോകണമൊരു നാൾ കൂടാരം വിട്ടു നാം പരദേശവാസികളെ. സ്വന്ത വീടുണ്ടക്കരെ നാട്ടിൽ, സ്വന്ത വീടുണ്ടക്കരെ നാട്ടിൽ. പോകണമൊരു നാൾ കൂടാരം വിട്ടു നാം പരദേശവാസികളെ. സ്വന്ത വീടുണ്ടക്കരെ നാട്ടിൽ, സ്വന്ത വീടുണ്ടക്കരെ നാട്ടിൽ, സ്വന്ത വീടുണ്ടക്കരെ നാട്ടിൽ. ഹല്ലേലൂയ. നമ്മുടെ സ്വന്തം വീട് അക്കരെ നാട്ടിൽ ഉണ്ട്. ആ ഒരു പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ വരും ജീവിതത്തിൽ അതൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ അടുത്ത സോങ്ങിലായിട്ട് ഞങ്ങൾ കിടക്കുന്നു. ഒരു പഴയ സോങ് ആണ്. വീണ്ടും നമ്മൾ ഒരുപാട് ചെറുപ്പം മുതലേ പാടി ആരാധിച്ചിട്ടുള്ള ഒരു സോങ്ങാണ്. സ്വർഗനാട്ടിലെ പ്രിയം തീർത്തിടും, സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ, മമകാന്തനെ ഒന്ന് കാണുവാൻ മനം കാത്തു പാർത്തിടും. ഇതൊരുപാട് കരങ്ങളെ ചേർത്തടിച്ച് ആരാധിച്ചു. അതുപോലെ നമ്മൾ ആ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ഒരുപാട് ആരാധിച്ചിട്ടുള്ള ഒരു സോങ്ങാണ്. ഞാനിപ്പോൾ പാടിയ പാട്ട് പോലെ തന്നെ ആ സ്വർഗനാട്ടിൽ പ്രിയം തീർത്തിടുന്ന സ്വന്തം വീട്ടിൽ ചേർന്നിടുമ്പോൾ ആ യേശുവിൻ്റെ പൊന്മുഖം ഞാൻ കാണും എന്ന് ആ മനം കാത്ത് ഞാൻ പാർത്തിയിടുന്നു എന്നൊരു പ്രത്യാശയാണ് ഈ പാട്ടിലൂടെ നൽകുന്നത്. നമ്മളിത് പാടുമ്പോൾ തന്നെ ആ സ്വർഗനാട് നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് കണ്ടുകൊണ്ട്, നമ്മുടെ ആത്മീയ കണ്ണുകളാൽ ആ സ്വർഗനാടൊന്ന് കണ്ടുകൊണ്ട്, ആ യേശുവിൻ്റെ മുഖം ഒന്ന് കണ്ടുകൊണ്ട് ഒരുമിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. എന്നോടുകൂടെ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും പ്രത്യേക നന്ദി. നിങ്ങൾ ഈ പാട്ട് പാടുമ്പോൾ തന്നെ ചേർന്ന് പാടുവാൻ ശ്രമിക്കുക. പഴയ സോങ്ങാണ്. ഇത് പാടുമ്പോൾ തന്നെ നമ്മൾ ആ സ്വർഗനാട്ടിനെ അല്ലെങ്കിൽ യേശുവിൻ്റെ മുഖത്തെ ഒന്ന് കണ്ടുകൊണ്ട്, ആത്മീയ കണ്ണുകളാൽ കണ്ണുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. എന്നോടുകൂടെ ചേർന്ന് പാടാം. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും, സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും, സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ. മമകാന്തനെ ഒന്നു കാണുവാൻ
സിയോൻ യാത്രയിൽ എന്നും ഖിന്നത മാത്രം. എന്നു വന്നു നീ എന്നെ ചേർക്കുമോ? അന്ന് തീരും വേദനകൾ. മന്നിധിൽ സിയോൻ യാത്രയിൽ എന്നും ഖിന്നത മാത്രം. ഇന്നു മന്നിധിൽ സിയോൻ യാത്രയിൽ എന്നും ഖിന്നത മാത്രം. എന്നു വന്നു നീ എന്നെ ചേർക്കുമോ? അന്നു തീരും വേദനകൾ. എന്നു വന്നു നീ എന്നെ ചേർക്കുമോ? അന്നു തീരും വേദനകൾ. നാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ. മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു കാത്തിരുന്നു. മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു കാത്തിടുന്നു. മരുഭൂമിയിൽ തളരാതെ ഞാൻ മരുവുന്നു നിൻ കൃപയാൽ. ഒരു നാളും നീ പിരിയാതെന്നെ കരുതുന്നു കൺമണി പോൽ. ഹല്ലേലൂയ. ഞങ്ങളോട് ചേർന്ന് പാടാൻ സാധിക്കുമോ? മരുഭൂമിയിൽ ഞാൻ തളരാതെ, ഒരു നാളും നീ പിരിയാതെന്നെ കരുതുന്ന കൺമണി പോൽ. അതുകൊണ്ട് ഞാൻ മരുഭൂമിയിൽ ഒരിക്കലും തളർന്നു പോകാതെ മുന്നേറുവാൻ എൻ്റെ ജീവിതത്തിൽ സഹായിക്കും എൻ്റെ യേശു എന്നോട് കൂടെയുള്ളതാൽ. മരുഭൂമിയിൽ തളരാതെ ഞാൻ മരുവുന്നു നിൻ കൃപയാൽ. മരുഭൂമിയിൽ തളരാതെ ഞാൻ മരുവുന്നു നിൻ കൃപയാൽ. ഒരു നാളും നീ പിരിയാതെന്നെ കരുതുന്നു കൺമണി പോൽ. ഒരു നാളും നീ പിരിയാതെന്നെ കരുതുന്നു കൺമണി പോൽ. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ. മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു കാത്തിടുന്നു. മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു കാത്തിടുന്നു.
മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. ഹല്ലേലൂയ. ആ മമകാന്തനെ ഒന്ന് കാണുവാൻ എൻ്റെ മനം കാത്തിടുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് എന്നോടുകൂടെ ചേർന്ന് പാടുവാൻ സാധിക്കും? ഹല്ലേലൂയ. ഞങ്ങളോട് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും പ്രത്യേക വീണ്ടും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞാൻ നിങ്ങളോട് ഒരു വാക്യം വായിച്ചുകൊണ്ട് 2 വാക്ക് പറയുവാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായിട്ട് ഒരു വാക്യം വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിൻ്റെ 44-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്നെണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെ കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇതിൽ പറയുന്നത് ഇത് വായിച്ചിട്ടുള്ളവരായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു സന്ദർഭം നിങ്ങൾക്ക് അറിയാവുന്നവരായിരിക്കാം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാലിത് ഞാൻ വായിച്ചത് വേറൊരു കാര്യം പറയാനാണ്. ഇതിൽ അപ്പോസ്തല പ്രവൃത്തികൾ പെന്തക്കോസ്ത് നാൾ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞിട്ട് ശേഷം സംഭവിച്ച കാര്യങ്ങളാണ്. അവർ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്തു. അതിന് മുന്നിലത്തെ 43-ാമത്തെ വാക്യങ്ങളിൽ പറയുന്നു അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. അത് കഴിഞ്ഞിട്ടാണ് വിശ്വസിച്ചവർ എന്ന് തുടങ്ങിയ വാക്യം ഞാൻ വായിച്ചത്. ഇതിൽ ഒരുപാട് നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒരുപാട് 2-ാം അധ്യായം ആദ്യം മുതൽ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ 1-ാം അധ്യായത്തിൽ അവർ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു, അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അത് കഴിഞ്ഞിട്ട് അവർ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്യാൻ തുടങ്ങി. എന്നാൽ അതിലുള്ള ഉപരിയായിട്ട് ഒരു കാര്യമാണ് ഇതിൽ അവർ ചെയ്ത കാര്യം, പ്രവൃത്തിയാൽ ചെയ്ത കാര്യം അവർ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിൽ പറഞ്ഞത് വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്നെണ്ണുകയും. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നത് അവർ അത്ഭുതം അടയാളങ്ങൾ ചെയ്തത് മാത്രമല്ല, അവർ ഒരുമിച്ചിരുന്ന് ആ ഒരുമനപ്പെട്ട അവരുടെ സ്വന്തം ഇന്നത്തെ ആത്മീയ ലോകം, ഞാൻ കുറ്റം പറയുമല്ല, ആത്മീയ ലോകത്തിൽ കണ്ടുവരുന്ന പോലെ അവരവരുടെ സഭ വളരണം, അവരവരുടെ കാര്യം വളരണം, അവരവർ സ്വന്തമായത് വളരണം എന്ന ആഗ്രഹത്തോടു കൂടിയല്ല. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർ ഒരുമനപ്പെട്ട് വിശ്വസിച്ചവർ, ദൈവത്തിൽ വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് പൊതുവക എന്നെണ്ണുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നീട് എന്താണ് പറയുന്നത്? പൊതുവക എന്നെണ്ണുക എന്ന് പറയുമ്പോൾ അവർക്ക് എന്തൊക്കെയുണ്ടോ, അവർക്ക് ദൈവം എന്തൊക്കെ ദാനങ്ങൾ കൊടുത്തിട്ടുണ്ടോ അവരെല്ലാം പൊതുവായിട്ടാണ് വിശ്വസിച്ചവർ എണ്ണിയത്. ഹല്ലേലൂയ. പിന്നീട് പറയുന്നു ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ പൊതുവക എന്നെണ്ണി പിന്നീട് പറയുന്നു, അത് വിശദമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, അവർക്കുള്ള ജന്മഭൂമികൾ വസ്തുക്കൾ എല്ലാം വിറ്റ് അവനവന് ഇല്ലാത്തവന് ആവശ്യമുള്ളതുപോലെ എല്ലാം നൽകിയാണ് അവർ ഒരുമനപ്പെട്ട ദേവാലയത്തിൽ കൂടി വന്ന് പ്രാർത്ഥിച്ചത്. എന്നാൽ ഇന്ന് ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ദൈവം തന്ന ഈ ഒരു വാക്യം എന്തെന്ന് പറഞ്ഞാൽ, നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. കൊറോണയുടെ എല്ലായിടത്തും ലോക്ക്ഡൗൺ കഴിഞ്ഞു. എല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടിലാണ്, സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ നമ്മൾ ഈ ഒരു ദൈവവചനം ഇത്രയും നാൾ ഇത് വായിച്ചു, ഇത് വിട്ടുകളഞ്ഞ ഒരു കാര്യമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് വന്ന ശേഷം അവർ സഭയായി ഒരുമിച്ച് കൂടി വരും ദൈവത്തെ ആരാധിച്ച് മാത്രമല്ല, അവർക്ക് ഇല്ലാത്തവൻ, ബുദ്ധിമുട്ട് അവൻ അനുഭവിക്കുന്നവൻ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു.
സമ്പന്നന്മാർ ഉണ്ടായിരുന്നു. എന്നാൽ അവരെല്ലാം ഒരുമനപ്പെട്ടിരുന്നാണ് ദൈവത്തെ ആരാധിച്ചത്, ദൈവത്തെ സ്തുതിച്ചത്, അത്ഭുതങ്ങൾ അടയാളങ്ങൾ ശുശ്രൂഷിച്ചത്. അപ്പോൾ തന്നെ അവർക്ക് ഉള്ളതൊക്കെയും വിറ്റിട്ട് അവർ പങ്കിടുകയും ചെയ്തു. ഇല്ലാത്തവനോട് കൊടുത്തു. കൊടുത്ത് അവർ പങ്കിട്ട് ഒരുമനപ്പെട്ടാണ് അവർ അപ്പം നുറുക്കിയും ഓരോരുത്തൻ്റെ വീട്ടിൽ കൂടി വരികയും ദേവാലയത്തിൽ കൂടി വരികയും പിന്നെന്താണ് അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥയും. നമ്മുടെ ഹൃദയത്തിൽ ഉല്ലാസം, ഹൃദയപരമാർത്ഥത എന്നുള്ളത് ദൈവം തന്നിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ വന്നപ്പോൾ അവർ ചെയ്തത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ സ്വന്തം വാക്കുകളല്ല ഇത് പറയുന്നത്, ദൈവവചനം എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നമുക്കൊരു തീരുമാനമെടുക്കണം. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞു, ലോക്ക്ഡൗൺ എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ സഭകളിൽ അല്ലെങ്കിൽ നമ്മൾ ജോലി സ്ഥലങ്ങളിൽ തിരിച്ച് മടങ്ങിപ്പോകുന്ന ഒരു സന്ദർഭമാണ്. എന്നാൽ നമുക്ക് ഇല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അനേകരുണ്ട് നമ്മുടെ കൂട്ടുകാരിൽ, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളിൽ, അല്ലെങ്കിൽ നമ്മുടെ സഭക്കാർ. അതുകൊണ്ട് ആ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർ വിശ്വസിച്ചവർ ഒരുമിച്ചിരുന്ന് എല്ലാം പൊതുവക എന്ന് അവർ പങ്കിടുകയാണ് ചെയ്തത്. അതുപോലെ നമുക്കുള്ളത് എന്തൊക്കെയെന്ന് ഇല്ലാത്തവൻ, കർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഹല്ലേലൂയ. മുട്ടുള്ളവന് യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പീൻ എന്നാൽ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ തുറക്കും. ഹല്ലേലൂയ. അത് ആ വാക്യം നമ്മൾ വായിച്ചിരിക്കാതെ നമ്മൾ അവർ യാചിച്ചുകൊണ്ട് മാത്രമല്ല, ഹല്ലേലൂയ, പങ്കിടണം നമ്മൾ. ഹല്ലേലൂയ. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു വാക്യം നിങ്ങളുടെ മുന്നിൽ എനിക്ക് വായിക്കുവാൻ ഇടയായി തീർന്നത്. ദൈവം എനിക്ക് ഇന്ന് രാവിലെ തന്ന ഒരു വാക്യമാണ്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ചൊരു തീരുമാനമെടുക്കണം. നമ്മൾ ഇനി തുടർന്നുള്ള ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുന്നവരുണ്ട് നമ്മുടെ ഇടയിൽ തന്നെ. അവർക്കും കൂടെ ഷെയർ ചെയ്യുവാൻ, പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ അവരുടെ ഹൃദയം ഒന്ന് അറിയുവാൻ എങ്ങനെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന ഉല്ലാസവും ഹൃദയപരമാർത്ഥയും. അവർ ഒരാൾ വിഷമിച്ചിരുന്ന് ദൈവാലയത്തിൽ കൂടി നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഒരാൾ വിഷമിച്ചിരുന്ന് അല്ലെങ്കിൽ ഒരാൾ സന്തോഷത്തോടെ, അങ്ങനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഉല്ലാസവും ഹൃദയപരമാർത്ഥയും കൂടെ ഒരുമനപ്പെട്ട് അവർ ദൈവത്തെ സ്തുതിച്ചു എന്നാണ് ദൈവവചനം പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇടയിൽ ദുഃഖിക്കുന്ന അനേകരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ ഹൃദയം നമ്മൾ അറിയുവാൻ ശ്രമിക്കണം. അവർക്ക് പൊതുവക എന്നെണ്ണിയ പോലെ തന്നെ, വസ്തുക്കൾ വിറ്റ് അവർ പങ്കിട്ടതുപോലെ തന്നെ നമ്മൾക്ക് പങ്കിടുവാൻ സാധിക്കണം. അതുകൊണ്ട് നമ്മൾ അവരെ കൂടെ കൈക്കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരുമിച്ചൊരു തീരുമാനമെടുക്കാം. ഈ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, കാരണം കർത്താവ് വരാറായി, അതിനുള്ള അടയാളങ്ങളാണ് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകാവസാനം അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഇനി അധികമില്ല. കാരണം ഇപ്പോൾ ഈ പകർച്ചവ്യാധിയുടെ ഒരിത് കഴിഞ്ഞതേ ഉള്ളൂ. എന്നാൽ ഇനിയും വരുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. എല്ലാം കൂടെ ഒരുമിച്ചായിരിക്കും ഇനി വരുന്നത്. നമുക്കത് പറയാൻ സാധിക്കത്തില്ല. ഒരു പ്രവാചകനോ ആർക്കും അത് പറയുവാൻ സാധിക്കത്തില്ല. കാരണം ദൈവത്തിൻ്റെ പക്കൽ മാത്രമാണ് ഹല്ലേലൂയ അത് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ലോകത്തിലുള്ള ജീവിതം ഇനി അല്പമേ ഉള്ളൂ. എന്നാൽ അത് ദൈവഹൃദയപ്രകാരം, ദൈവം പറഞ്ഞ പ്രകാരം തന്നെ ഹല്ലേലൂയ ഉല്ലാസത്തോട്, ഹൃദയപരമാർത്ഥയോട് കൂടെ ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ സേവിക്കുവാനും നമ്മുടെ ഹൃദയത്തിൽ ഈ തുടർന്നുള്ള ജീവിതം ഇടയാക്കി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ജോബി നമുക്കോട്ട് പ്രാർത്ഥിക്കുന്നത്. നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. പാടിയ പാട്ടുകൾ, പറഞ്ഞ വചനങ്ങൾ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വലിയ ഇനിമയത്തിന് ദൈവം സഹായിക്കണം. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം കൂടെ ഇരിക്കുമ്പോൾ പ്രാർത്ഥന കുട്ടിക്ക് ആശ്വദിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ഞങ്ങളോട് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഞങ്ങളെ കണ്ടുകൊണ്ടിരുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ പേര് ഞാനൊന്ന് ജസ്റ്റ് വായിച്ചേക്കാം. ഫേബ, സെലിൻ, കുഞ്ഞുബോൾ, ബെന്നി, സുനിൽ രാജ്, ക്രിസ്തുദാസ്, ലിജോസി ചാക്കോ, ആൽബിൻ ജോൺ, വികാസ്, ബ്രൈസൺ, ബെൻസൺ ബാബു, ജൂഡ് ഫ്രാൻസിസ്, ജെസ്സി ചാക്കോ, രേഖ, അക്ഷിത, മറീന, അലക്സാണ്ടർ, ഇവർക്കെല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഞങ്ങളോടുകൂടെ ആദ്യം മുതൽ അവസാനം വരെ ജോയിൻ ചെയ്ത എല്ലാവർക്കും പ്രത്യേക നന്ദി. ഞങ്ങളുടെ ഓരോ ദിവസത്തെ ലൈവ് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടാണ് ഞങ്ങൾ ചെയ്യുന്ന. കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം ചെയ്യുവാൻ സാധിച്ചില്ല. ഈ പനിയുടെ അസ്വസ്ഥയായിരുന്നു. എന്നാൽ ഒരുപാട് ദൈവം കിടത്തിയില്ല. അങ്ങനെ ഒരു ദിവസം കിടന്നേ ഉള്ളൂ. എന്നാൽ ടാബ്ലറ്റ് കഴിച്ച് പെട്ടെന്ന് മാറി. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പ്രകാരം തന്നെ തുടർന്നുള്ള ജീവിതം നമ്മൾ ദൈവത്തിൻ്റെ ഹിതപ്രകാരം വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന്
ഒരുമനപ്പെട്ടാണ് ഹല്ലേലൂയ അവർ ഇടർച്ചയായിട്ടിരുന്നല്ല, ഒരുമനപ്പെട്ട് സന്തോഷത്തോടു കൂടിയാണ് ദൈവത്തെ ആരാധിച്ചത്, ദൈവത്തെ മഹത്വപ്പെടുത്തിയത്. അതുകൊണ്ട് നമ്മൾ ദുഃഖിക്കുന്നവരെ കൂടെ കൈക്കൊള്ളുവാൻ ഈ ദിവസങ്ങളിൽ ഇടയായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് അതുപോലെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൽ ഞങ്ങൾ ഈ ലൈവ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് വരും ദിവസങ്ങളിൽ വീണ്ടും കാണാമെന്ന പ്രാർത്ഥനയോടെ ഞങ്ങളിവിടെ സ്റ്റോപ്പ് ചെയ്യുന്ന ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.